എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഓണവിഭവങ്ങളിലെ പ്രധാന ഇനമായ ശർക്കര വരട്ടി, ചില സ്ഥലങ്ങളിൽ ഇതിനെ ഉപ്പേരി എന്നും പറയും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ന് അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണിത്. ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റുകൾ അറിയിക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം. അപ്പോൾ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. കഴുകി തൊലി കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ 1 മണിക്കൂർ ഇട്ട് വെച്ചതാണിത്. അത് നല്ലോണം തുടച്ചെടുത്തു ടിഷ്യൂ വെച്ച്. ഇത് ഒരു 350 ഗ്രാം ശർക്കര പാനിയാക്കിയത്, അരിപ്പൊടി വറുത്തത്, ജീരകപ്പൊടി, ചുക്കും ഏലക്കയും കൂടി പൊടിച്ചത്, പഞ്ചസാര പൊടിച്ചത്, പിന്നെ വെളിച്ചെണ്ണയും കൂടി വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി കായ നമുക്ക് അരിഞ്ഞെടുക്കാം. 2ആയിട്ട് പൊളന്നിട്ട് ഇതുപോലെ കനമുള്ള കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഒരേ വലിപ്പത്തിൽ എല്ലാം അരിഞ്ഞെടുക്കണം. ഇതാ ഈ ഒരു വലിപ്പത്തിലാണ്. ഞാൻ നല്ലവണ്ണം വെള്ളത്തിലിട്ട ഏത്തയ്ക്ക ടിഷ്യൂ വെച്ച് തുടച്ച് ഒട്ടും വെള്ളമില്ലാതെ ആക്കിയാണ് എടുത്തത്. ഇനി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഏത്തയ്ക്ക ഇട്ട് കഴിഞ്ഞ് പിന്നെ സിമ്മിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഉള്ളു വേഗത്തില്ല, പുറത്ത് കരിഞ്ഞു ഇരിക്കും. അപ്പോൾ സിമ്മിലിട്ടിട്ട് അത് വറുത്തെടുക്കണം. ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് നമുക്ക് കേൾക്കാം കോരുമ്പോൾ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഏത്തയ്ക്കയും വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് അപ്പുറത്തെ ഒരു ഉരുളി വെച്ചിട്ട് നമ്മുടെ ശർക്കര പാനിയാക്കിയത് ഒന്ന് കുറുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 350 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളത്തിൽ പാനിയാക്കിയതാണിത്. 1 കിലോ കായ്ക്ക് 350 ഗ്രാം ശർക്കരയാണ് വേണ്ടത്. ഇതിന് നല്ലവണ്ണം വറ്റിച്ച് ഒരു നൂൽ പരുവം ആക്കിയെടുക്കണം. അതായത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടുന്ന ഒരു പരുവത്തിനാക്കി വറ്റിച്ചെടുക്കണം. എന്നാലേ ശർക്കര വരട്ടി ശരിയാവുകയുള്ളൂ. ഇപ്പം ഇതാ മുഴുവനും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മോളാണ് വറുത്തത്. ഇതാ ഇതുപോലെ ഒടിയുന്ന പാകത്തിന് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പാനി റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഒട്ടുന്ന പരുവം കണ്ടോ, ഇതുപോലെ ഈ ഒരു പരുവം വരെ ആക്കിയെടുക്കണം. ഇതിലേക്ക് ജീരകപ്പൊടി 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇടുന്നത്. ഇപ്പോൾ ഇതിൽ കുറച്ചിടുക, മുഴുവനും ഇടരുത്. പാനിയിൽ കുറച്ചിടുക. ഒരു 1/2 ടേബിൾ സ്പൂൺ ഇടാം. പഞ്ചസാരയും അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ഇടാം. ചുക്കും ഏലക്കയും പൊടിച്ചത്, അതായത് ഏലക്ക ഒരു 5 എണ്ണത്തോളം മതി ഇത്രയും സാധനത്തിന്. ബാക്കി മുഴുവനും ചുക്കാണ്. ഈ ശർക്കര വരട്ടിക്ക് ചുക്കിൻ്റെ ടേസ്റ്റാണ് മുൻപിൽ നിൽക്കുന്നത്. ഏലക്കയുടെ ടേസ്റ്റ് മുൻപിൽ വരാൻ പാടില്ല. അപ്പം പേരിന് മാത്രം ഒരു 5 ഏലക്ക എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് പൊടിച്ചെടുത്തതാണ്. എല്ലാം ഞാൻ 2 ടേബിൾ സ്പൂൺ വെച്ചാണ് എടുത്തിരിക്കുന്നത്. ചുക്കും ഏലക്കയും പഞ്ചസാരയും. ഏലക്ക 5 എണ്ണം.
ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. തീ ഓഫ് ചെയ്തിരിക്കുകയാണ് ഞാൻ. ഇനി കുറച്ചും കൂടി ബാക്കിയുള്ള ഓരോ ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ ജീരകവും ചുക്കുപൊടിയും ഇതിലോട്ട് വീണ്ടും ഇട്ട് കൊടുക്കണം. ചുക്കുപൊടിയാണ് കൂടുതൽ ഇടേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഏത്തയ്ക്കായിലെല്ലാം നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് അരിപ്പൊടി വറുത്ത് വെച്ചിരിക്കുന്നത് തൂക്കി കൊടുക്കണം. ഇതുപോലെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ശർക്കര കൂടിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി തൂക്കി കൊടുത്താൽ മതി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റുകൾ അറിയിക്കണം. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നല്ല ശർക്കര വരട്ടി റെഡിയായി ഒന്നിനൊന്ന് തൊടാതെ നിൽക്കുന്നുണ്ടിപ്പോൾ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ദയവായി. അപ്പോൾ വീണ്ടും കാണാം.